നന്ദിവനത്തെ സ്ത്രീകൾക്ക് പ്രശ്നവും ക്രൂരതയും ഒന്നിച്ചാണ്. ജനങ്ങൾ അത് അറിയുന്നതിന് മുൻപ് നമ്മളത് ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞാൽ ഈ രാജ്യം തന്നെ നന്ദിവനത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു സർ. അവളുടെ ഭർത്താവ് കാരണം അവളുടെ ജീവിതം തന്നെ നശിച്ചു. ഈ എല്ലാ കാര്യങ്ങളും എന്റെ മോളുടെ മുന്നിൽ വെച്ച് നടന്നത്. എടോ, എന്തായി കാണിക്കുന്നേ? ആരാടാ അവള്? ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഭാവിക്കുന്നേ. എന്തിനാ അവരെ അങ്ങനെ അടിച്ചേ? അടിക്കല്ല വേണ്ടേ, കൊല്ലണമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ഒരുപാട് പേര് അടിക്കാനായിട്ട് വരും. ഒരുപാട് പേര് ഇങ്ങനെ തന്നെ ഇപ്പോ. നിങ്ങൾ എന്താ ഇത്രയും സോഫ്റ്റ് ആയിരിക്കുന്നേ? ഇങ്ങനെ ഇരുന്ന് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഈ സമയത്ത് ഇതുപോലത്തെ ബുക്കുകളൊക്കെ വായിക്കാമോ? നല്ല പുസ്തകം എന്തെങ്കിലും വായിച്ചൂടെ? ബോറടിക്കുന്നതുകൊണ്ട് വായിക്കുന്നതാ, അല്ലാതെ വേറൊന്നല്ല. ഇതെങ്ങനെ സംഭവിച്ചു? അവൾ ഒരു ദിവസം കോളേജിൽ നിന്ന് കരഞ്ഞോണ്ടാ വന്നേ. എന്നിട്ട് റൂമിനകത്ത് പോയി കഥ കടക്കുകയും ചെയ്തു. എത്ര പറഞ്ഞിട്ടും കഥക് തുറന്നില്ല. കഥക് പൊളിച്ചു നോക്കിയപ്പോ തൂങ്ങി നിൽക്കുകയായിരുന്നു. ചേച്ചി, അമൃതയുടെ മുറിയൊന്ന് ഞാൻ ചെന്ന് കണ്ടോട്ടെ. കോളേജ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. എല്ലാരും ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ, ഫ്രീ ആയിരിക്കുമ്പോ. ഇല്ല, പറ്റില്ല. അതെന്താ? കുറച്ചു ദിവസം മുമ്പ് തന്നെ എന്റെ കോളേജ് ഫ്രണ്ട് അമൃത സൂസൈഡ് ചെയ്ത് മരിച്ചത്. എങ്ങനെ? കാരണങ്ങളൊന്നും അറിയില്ല. നീ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നന്ദിവരത്തേക്ക് ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളുടെ അടുത്ത് പറഞ്ഞൊന്ന് കൈകാര്യം ചെയ്യാൻ പറ. ഒരു പക്ഷെ അവർ എനിക്ക് വേണ്ടി വന്നതെങ്കിൽ ഞാൻ തന്നെ പോയി കാണാം. ഐ ലവ് യു വിജയ്. നീ ഫ്രാങ്ക് ആണെന്നുള്ള കാര്യം എനിക്ക് ഇഷ്ടമാ. നിന്റെ ലൈഫിലും പ്രോബ്ലംസ് ഉള്ളതുപോലെ എന്റെ ലൈഫിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നിന്നെ ഇഷ്ടമില്ല എന്ന് പറയാനായിട്ട് എന്റെ അടുത്ത് ഒരു കാരണവും ഇല്ല. കുറച്ചു ദിവസം കാത്തിരിക്കെ, പരസ്പരം മനസ്സിലാക്കിയിട്ട് അത് എന്തായാലും ശരി, നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം.